ഹായ്, NIOS +2 ഹിസ്റ്ററീൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെ ഈസിയായി പാസ്സാവാം എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഹിസ്റ്ററിക്ക് നമുക്ക് വെറും മൂന്ന് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ഒരു 3 മൊഡ്യൂൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് ഏതൊക്കെ മൊഡ്യൂളാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഒന്നാമത്തെ ആൻഷ്യൻ ഇന്ത്യ എന്ന മൊഡ്യൂളിൽ നിങ്ങൾക്ക് 4 ലെസണാണ് പഠിക്കാനുള്ളത്. ലെസൺ 6, ലെസൺ 7, ലെസൺ 3, ലെസൺ 4. ഈ 4 ലെസണും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കാണ് എക്സാമിന് കിട്ടുന്നത്. ഒന്നാമത്തെ ആൻഷ്യൻ ഇന്ത്യ എന്ന 4 ചാപ്റ്റർ പഠിച്ചാൽ 15 മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തത് മെഡിവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മൊഡ്യൂളിൽ ഈ 4 ചാപ്റ്റർ ലെസൺ 9, ലെസൺ 10, ലെസൺ 12, ലെസൺ 14 ഈ 4 ചാപ്റ്റർ പഠിച്ചാലും നിങ്ങൾക്ക് 20 മാർക്കാണ് ലഭിക്കുന്നത്. ഈ ഒന്നാമത്തതും രണ്ടാമത്തെ ലെസൺ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്ക് ലഭിച്ചു. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണെന്ന് പറഞ്ഞു. എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു 3 ലെസൺ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 മാർക്കാണ് നമുക്ക് എക്സാമിന് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.